വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ആലോചനയിൽ പോലും ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ. വന്യജീവി സംരക്ഷണവും നിയന്ത്രണവും സംസ്ഥാന വിഷയമാണെന്നും കേന്ദ്രത്തിന്റെ വിശദീകരണം. കേന്ദ്ര വനം പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പാർലമെന്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യസഭയിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ മറുപടി. 1972 വനം വന്യജീവി സംരക്ഷണ നിയമം പരിഷ്കരിക്കാൻ ആലോചനയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. വന്യജീവി സംരക്ഷണവും നിയന്ത്രണവും സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്രം ധനസഹായം നൽകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുമ്പോഴാണ് നിയമത്തിൽ ഭേദഗതി വേണമെന്ന കേരളത്തിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളുന്നത്. വന്യജീവി ആക്രമണം തടയാൻ 620 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുവദിക്കാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് എ റഹീം എം പി രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനും കേന്ദ്രം മറുപടി നൽകി. കൃഷി നശിപ്പിക്കുന്ന കുരങ്ങന്മാരെ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന ആവശ്യവും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് പ്രസക്തിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യ നശീകരണ നിയമമായി മാറിയിരിക്കുന്ന അവസ്ഥയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയും വി ശിവദാസൻ എം പിയും ശൂന്യവേളയിൽ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം വന്യജീവി ആക്രമണം മൂലമുള്ള വനസംഖ്യ വർദ്ധിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി ചെയ്യാനാവില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.